ഹായ് ഫ്രണ്ട്സ്, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ട്രേഡ് അപ്രന്റീസ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് 1033 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതുപോലെ SSLCയും അതത് ട്രേഡിലെ ITIയും ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ യോഗ്യര്. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 25/4/2022 അതായത് സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്കുള്ള റായ്പൂർ അല്ലെങ്കിൽ വാഗൺ റായ്പൂരിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർ എന്ന് പറയുന്നത് 2022-23 കാലയളവിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകേണ്ട ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് NAPS വഴിയാണ്. അതായത് ഈ അപ്രന്റീസ്ഷിപ്പ് India.org എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. ഇത് എങ്ങനെ അപേക്ഷ നൽകണം, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അത് എവിടെ പോയി നമ്മൾ അപേക്ഷിക്കണം എന്നുള്ള ഡെമോ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ തുടങ്ങുന്നത് 25/4/2022 മുതൽ 24/5/2022 വരെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ട്രേഡ് വൈസ് ആയിട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് DRM ഓഫീസ് റായ്പൂർ ഡിവിഷനിലെയാണ്. അപ്പോൾ ഇതിൽ സീരിയൽ നമ്പർ, ട്രേഡ്, അതിന്റെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ലിസ്റ്റ്, അതുപോലെ ടോട്ടൽ ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒന്നാമതായിട്ട് സീരിയൽ നമ്പർ 1 വെൽഡർ ആണ്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്. ഇതിൽ ജനറലിന് 48, EWS 12, OBC 32, SCക്ക് 18, STക്ക് 9, അങ്ങനെ ടോട്ടൽ 119 ഒഴിവുകളാണുള്ളത്. ഇനി രണ്ടാമത്തെ സീരിയൽ നമ്പർ ടെർണർ ആണ്. ഇതിന്റെ റിസർവേഷൻ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഇതിന്റെ ടോട്ടൽ വേക്കൻസി മാത്രം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ടോട്ടൽ വേക്കൻസി 76 വേക്കൻസിയാണ്. അടുത്തത് മൂന്നാമത്തെ സീരിയൽ നമ്പർ ഫിറ്റർ ആണ്. ഇതിൽ നമുക്ക് 198 ഒഴിവുണ്ട്. നാലാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ ആണ്. ഇതിൽ നമുക്ക് 154 ഒഴിവാണുള്ളത്. അഞ്ചാമത്തെ ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ആണ്, ഇംഗ്ലീഷിൽ. ഇതിൽ നിങ്ങൾക്ക് 10 ഒഴിവുകളാണുള്ളത്. ആറാമത്തെ വേക്കൻസി സ്റ്റെനോഗ്രാഫർ ഹിന്ദി ആണ്. ഇതിൽ നമുക്ക് 10 വേക്കൻസി ആണുള്ളത്. ഏഴാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 10 വേക്കൻസി ആണുള്ളത്. എട്ടാമത്തത് ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ ആണ്. ഇതിൽ 17 വേക്കൻസി ആണ്. ഒൻപതാമത്തത് മെഷീനിസ്റ്റ് ആണ്. ഇതിൽ 30 ഒഴിവുണ്ട്. പത്താമത്തത് മെക്കാനിക് ഡീസൽ ആണ്. ഇതിൽ 30 ഒഴിവുണ്ട്. 11ാമത്തത് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ ആണ്. ഇതിൽ നിങ്ങൾക്ക് 12 ഒഴിവുണ്ട്. 12ാമത്തത് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ 30 ഒഴിവുണ്ട്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 696 ഒഴിവ് DRM ഓഫീസ് റായ്പൂർ ഡിവിഷനിൽ മാത്രമായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് വാഗൺ റിപ്പയർ ഷോപ്പാണ് റായ്പൂർ. ഇതിന്റെ ഒഴിവുകൾ നോക്കാം. ഇതിലേക്ക് ഫിറ്റർ 140 ഒഴിവുകളാണുള്ളത്. വെൽഡറിൽ 140 ഒഴിവുണ്ട്. മെഷീനിസ്റ്റിൽ 20 ഒഴിവുണ്ട്. ടെർണറിൽ 15 ഒഴിവുണ്ട്. ഇലക്ട്രീഷ്യനിൽ 15 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റന്റിൽ 5 ഒഴിവുണ്ട്. സ്റ്റെനോഗ്രാഫർ ഹിന്ദിയിൽ 2 ഒഴിവ്. അങ്ങനെ 337 ഒഴിവാണുള്ളത്. അങ്ങനെ 1000-ലധികം ഒഴിവുകളാണ് ടോട്ടലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അതിൻ്റെതായിട്ടുള്ള ചില വ്യക്തമായിട്ടുള്ള ചില ക്രൈറ്റീരിയകൾ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ മിനിമം 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ അതത് ഈ ട്രേഡിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 15 വയസ്സാണ്, മാക്സിമം 24 വയസ്സാണ്. അപ്പോൾ ഏജ് കണക്കാക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1/7/2022. അതോടൊപ്പം തന്നെ OBC, SC, ST, PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷവും, SC, ST ആണെങ്കിൽ 5 വർഷവും, PWD ആണെങ്കിൽ 10 വർഷവും എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള ആ ഒരു നിങ്ങൾ ഏത് ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജനിച്ചിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ പീരീഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ്, ട്രെയിനിങ്, അതുപോലെ സ്റ്റൈപ്പൻഡ് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ നിശ്ചിതമായിട്ടുള്ള റൂളിനനുസരിച്ചായിരിക്കും. ഒരു വർഷമായിരിക്കും ട്രെയിനിങ്, അനുസൃതമായിട്ടുള്ള ആ ഒരു സ്റ്റൈപ്പൻഡ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാർക്കിനെ അടിസ്ഥാനമാക്കിയും അതോടൊപ്പം തന്നെ ITIയുടെ മാർക്കിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു വെയിറ്റേജ് ലഭിക്കുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും നമ്മൾ ആ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഈ വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ PDF ലിങ്ക് ഉണ്ടായിരിക്കും.
അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. അത് വളരെ ആക്റ്റീവായുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതും നമ്മുടെ മറ്റു മെസ്സേജും കാര്യങ്ങളും നമ്മുടെ അതിൽ നമ്മൾ ചാനൽ ഇടാത്ത ചെറിയ ചെറിയ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ കോൺടാക്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാനുള്ള. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് അപേക്ഷ നൽകേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഡെമോ കാണിക്കാം. അപ്പോൾ ഇതാണ് NAPS എന്ന് പറയുന്ന, അതായത് apprenticeship.org എന്ന് പറയുന്ന വെബ്. അപ്പോൾ ഈ NAPSൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് IT ഫീൽഡ് കഴിഞ്ഞവർക്ക് ഈ ഒരു വെബ്സൈറ്റ് വളരെ ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കാൻഡിഡേറ്റ് എന്ന്. ഈ കാൻഡിഡേറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളിവിടെ ഫില്ല് ചെയ്യുകയാണ്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ നമ്മുടെ എല്ലാ ഫോട്ടോസ് എല്ലാം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ 100% കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അതത് ട്രേഡിലേക്കുള്ള ഇത്തരം ഒഴിവുകൾ നമുക്ക് അപേക്ഷിക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് 100% ആയിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വരിക. നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് നിങ്ങളിതാ ഈ ഒരു പേര്, അതായത് ഈ ഒരു പേര് DRM ഓഫീസ് റായ്പൂർ ഡിവിഷൻ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ഡിവിഷനിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് വെച്ചാൽ ആ ഡിവിഷനാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ വാഗൺ റായ്പൂർ ഷോപ്പ് റായ്പൂർ എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ഡിവിഷൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിവിഷനിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഇത് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം അവിടെ വരികയും അതിലുള്ള പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടണിലൂടെ നിങ്ങൾക്ക് അതത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ ട്രേഡ് വൈസ് ആയിട്ടുള്ള പോസ്റ്റ് അവിടെ വരികയും അതിൻ്റെ അപേക്ഷിക്കേണ്ട ഡേറ്റ് എല്ലാം അവിടെ വരികയും ചെയ്യും. അതിൽ നമ്മൾ ജസ്റ്റ് അപ്ലൈ നൗ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു അപേക്ഷ നമ്മളുടെ സമർപ്പിക്കുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് NAPS രജിസ്റ്റർ ചെയ്യുന്നതുമായി ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് മറ്റു എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് അതിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മറുപടി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയത് അതിൽ ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ ചാനലിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.